കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മൊഡ്യൂൾ 1-ലെ 16-ാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ബ്രിക്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ബ്രിക്സിൻ്റെ 3-ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൻ്റെ 2-ാമത്തെ ക്ലാസ്. മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചുള്ളത്? അതിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, മൗൾഡിങ്, ഡ്രൈയിങ്. അതുവരെ അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഈ 4-ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ബേണിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ 3 ഓപ്പറേഷൻസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 4-ാമത്തെ ഓപ്പറേഷൻസാണ് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൻ്റെ 4-ാമത്തെ ഓപ്പറേഷൻസാണ് ബേണിംഗ്. അപ്പോൾ എന്താണ് ബേണിംഗ്? ദ ബ്രിക്സ് ആർ ബേൺഡ് ആഫ്റ്റർ ഡ്രൈയിങ്. നമ്മൾ ഡ്രൈ ചെയ്ത ശേഷമാണ് ബ്രിക്കിനെ ബേൺ ചെയ്യുന്നത്. നമ്മൾ ബ്രിക്ക് ക്ലേ എല്ലാം പ്രിപ്പയർ ചെയ്ത് മൗൾഡ് ചെയ്തിട്ട് ക്ലേനെ പുറത്തെടുത്തിട്ട് അത് നമ്മൾ ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്ത ശേഷം നമ്മളതിനെ ബേൺ ചെയ്യാൻ അയക്കും. എന്തിനാണ് ഈ ബേൺ ചെയ്യുന്നത്? ബേണിംഗ് ഈസ് നെസസറി ടു മേക്ക് ദം ഹാർഡ്, സ്ട്രോങ്, ഡെൻസ്, ലെസ് അബ്സോർബൻറ്റ് ആൻഡ് ഡ്യൂറബിൾ. ബേൺ ചെയ്ത് കഴിഞ്ഞാലാണ് ആ ബ്രിക്കിന് ഹാർഡ്നെസ് ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ സ്ട്രോങ് ഉണ്ടാവുള്ളൂ, സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ, ഡെൻസിറ്റി ഉണ്ടാവുള്ളൂ. അത് കുറഞ്ഞ വാട്ടർ അബ്സോർബ് ചെയ്യുള്ളൂ, അതുപോലെ തന്നെ ഒരുപാട് കാലം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് മൊത്തത്തിൽ അതിൻ്റെ ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞത് ഈ ബേണിംഗ് എന്നൊരു പ്രോസസ്സാണ്. നമ്മളതിനെ ഉണ്ടാക്കിയെടുത്ത് തീയിൽ അതിനെ വേവിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ബേണിംഗ് എന്ന് പറഞ്ഞാൽ. ബേണിംഗ് 2 ടൈപ്പ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേണിംഗ് ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇൻ്റർമിറ്റൻറ്റ് ക്ലാം ബേണിങ്ങും, രണ്ടാമത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കിൻ ബേണിങ്ങുമാണ്. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ബേണിംഗ് ഉണ്ട്. ക്ലാം ബേണിംഗ് ഉണ്ട്, കിൻ ബേണിംഗ് ഉണ്ട്. എന്താണ് ക്ലാം ബേണിംഗ് എന്ന് പറഞ്ഞാൽ? ക്ലാം ഈസ് എ ടെമ്പററി സ്ട്രക്ചർ ഇൻ വിച്ച് ബ്രിക്സ് ആർ ബേൺഡ് വൺസ് അറ്റ് എ ടൈം. ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി സ്ട്രക്ചറാണ്, താൽക്കാലികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ്. ഇതിൽ നമുക്ക് ഒരു സമയം ബ്രിക്ക് അല്ലെങ്കിൽ ഒരിക്കൽ മാത്രമേ അതിൽ ബ്രിക്ക് നമുക്ക് ബേൺ ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ക്ലാമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അതാണ് ക്ലാം ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു ടെമ്പററി സ്ട്രക്ചറാണ്. ബ്രിക്ക് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ അതിൽ ബേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്ലോപ്പ് സർഫസ് ജനറലി ഓഫ് ട്രപ്പിസോയിഡൽ ഷേപ്പ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്ലോപ്പ് സർഫസിലാണ്. ഒരു ഗ്രൗണ്ടിൽ സ്ലോപ്പ് സർഫസ് ഉണ്ടാക്കി അതിലാണ് നമ്മൾ ഈ ക്ലാം ബേണിംഗ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ട്രപ്പിസോയിഡൽ ഷേപ്പാണ്. ചില സമയത്ത് റെക്റ്റാങ്കിളിലും ഓവൽ ഷേപ്പിലൊക്കെ വരാറുണ്ട്. എന്നാലും ജനറലി ഇതൊരു ട്രപ്പിസോയിഡൽ ഷേപ്പിലാണ് ക്ലാം ബേണിംഗ് ഉണ്ടാക്കുന്നത്. ഇനി കിൻ ബേണിംഗ് എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ബേണിംഗ് ബ്രിക്സ് ഇൻ എ ഫ്ലെയിം കിൻ. ഒരു ഫ്ലെയിം കിൻ വെച്ചിട്ട്, ഒരു ഫ്ലെയിം ചൂള വെച്ചിട്ട് നമ്മൾ ബ്രിക്കിനെ ബേൺ ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് കിൻ ബേണിംഗ് എന്ന് പറഞ്ഞാൽ. ദ പ്രോസസ് ഓഫ് ബേണിംഗ് ബ്രിക്സ് ഇൻ എ ഫ്ലെയിം കിൻ. ഇത് 2 ടൈപ്പ് ഉണ്ട്. കിൻ ബേണിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻ്റർമിറ്റൻറ്റ് കിന്നും ഇൻ്റർമിറ്റൻറ്റ് കിൻസ്, രണ്ടാമത് കണ്ടിന്യൂസ് കിൻസ്. ഇൻ്റർമിറ്റൻറ്റ് കിൻസ്, കണ്ടിന്യൂസ് കിൻസ് എന്ന രീതിയിൽ 2 ടൈപ്പ് കിൻ ബേണിംഗ് ഉണ്ട്. അപ്പോൾ ഈ പേരുകളൊക്കെ ശരിക്കും പഠിച്ചു വെക്കാം. ബേണിംഗ് 2 ടൈപ്പാണുള്ളത്: ക്ലാം ബേണിംഗ്, കിൻ ബേണിംഗ്. കിൻ ബേണിങ്ങിനെ വീണ്ടും 2 ടൈപ്പാക്കി തിരിച്ചിട്ടുണ്ട്: ഇൻ്റർമിറ്റൻറ്റ് കിൻസ്, കണ്ടിന്യൂസ് കിൻസും. ഇനി നമുക്ക് ക്ലാമ്പിനെ കുറിച്ച്. എന്താണ് ക്ലാം ബേണിംഗ്? ക്ലാം ബേണിംഗ് എന്താ നമ്മൾ പറഞ്ഞത്? ടെമ്പററി സ്ട്രക്ചറാണ്, ജനറലി ട്രപ്പിസോയിഡൽ ഷേപ്പാണുള്ളത്, ഒരു സമയം മാത്രമേ അതിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ അല്ലേ. ഇതാണ് ക്ലാം ബേണിങ്ങിൻ്റെ ഒരു രേഖാചിത്രം. ഈ ചിത്രം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരയ്ക്കേണ്ടതുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ട് ഗ്രൗണ്ടിൽ നിന്ന് അല്ലേ. ഒരു 15 ഡിഗ്രി സ്ലോപ്പിലാണ് ഈ ഒരു ക്ലാമ്പ് നമ്മൾ ഒരുക്കുന്നത്. അതിൻ്റെ ഷേപ്പ് കണ്ട് നിങ്ങൾ
ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിലാണുള്ളത്. അതിൻ്റെ പ്ലാൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ഗ്രൗണ്ടിൽ താഴേക്ക് പോകുന്നതോറും അത് ഒരു ഷോർട്ടായിട്ട് വരുന്നു, എൻഡ് മുകളിലേക്ക് പോകുന്നതോറും അത് എൻഡ് വലുതായി വരുന്നു. അപ്പോൾ ഇത് ഒരു ഗ്രൗണ്ടിൽ സ്ലോപ്പ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ശരിക്കും ഓർത്തുക. 15 ഡിഗ്രിയാണ് ഇതിൻ്റെ സ്ലോപ്പ് പറഞ്ഞത്. അതിൻ്റെ ഒരു കറക്റ്റ് സെക്ഷണൽ എലിവേഷനാണിത്. ഇതൊക്കെ നിങ്ങൾ വരച്ച് പഠിക്കുക. ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് ക്ലാമ്പ് ബേണിങ്ങിനെ കുറിച്ച്. അപ്പോൾ വിത്ത് നീറ്റ് സ്കെച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കെച്ച് വെച്ചിട്ട് തന്നെ വരക്കണം. വളരെ ഈസിയാണ് വരയ്ക്കാൻ. ഇതിൽ ബ്രിക്കും ഫ്യൂവലും വെച്ചിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്. ആദ്യം സ്ലോപ്പ് ഗ്രൗണ്ട് റെഡിയാക്കി. ഒരു 15 ഡിഗ്രിയിലാണ് അതിൻ്റെ ഒരു സ്ലോപ്പ് വരുന്നത്. ഏറ്റവും താഴത്ത് നമ്മൾ ഫ്യൂവലാണ് അത് നിരത്തിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ബ്രിക്ക് റോസ് വെച്ചു, റോ ബ്രിക്ക് വെച്ചു. 3, 4, 5, 6 റോസ് ബ്രിക്ക് വെക്കും. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഫ്യൂവൽ വെക്കും. അതിൻ്റെ മുകളിൽ വീണ്ടും റോ ബ്രിക്സ് വെക്കും. ബ്രിക്സ് നമ്മൾ ഇങ്ങനെ അട്ടി വെക്കും. മുകളിൽ വീണ്ടും ഫ്യൂവൽ വെക്കും, വീണ്ടും ബ്രിക്ക് വെക്കും, അതിൻ്റെ മുകളിൽ ഫ്യൂവൽ വെക്കും. അങ്ങനെ ഒരു 3-4 മീറ്റർ ഹൈറ്റിൽ ഈ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്യും. ആദ്യം ഫ്യൂവൽ വെക്കും, പിന്നെ ബ്രിക്ക് വെക്കും, പിന്നെ ഫ്യൂവൽ വെക്കും, പിന്നെ ബ്രിക്ക് വെക്കും. അതായത് ഓരോ സെറ്റ് ബ്രിക്സും ഫ്യൂവൽ താഴെയും മുകളിലും ഉണ്ടാകുന്ന അർത്ഥം. ഇങ്ങനെയാണ് ഈ ക്ലാമ്പ് ബേണിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാമ്പ് ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രപ്പിസോയിഡൽ ഷേപ്പാണ്. ക്ലാമ്പ് ബേണിങ്ങിനെ കുറിച്ചുള്ള ചെറിയ വിവരണമാണ്. ഇറ്റ്സ് എ ട്രപ്പിസോയിഡൽ ഷേപ്പ്. എൻഡ് റൈസ്ഡ് അറ്റ് 15 ഡിഗ്രി ഫ്രം ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 15 ഡിഗ്രിയിൽ പൊക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു എൻഡ് വെക്കുന്നത്. ആൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് റോ ബ്രിക്ക് ആൻഡ് ഫ്യൂവൽസ്. ഇടവിട്ട് ലെയേഴ്സിൽ റോ ബ്രിക്സും അതുപോലെ തന്നെ ഫ്യൂവൽസും നമ്മൾ വെക്കുന്നുണ്ട്. റോ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അത് ബ്രിക്ക് ബേൺ ചെയ്യുന്നതിന് മുമ്പത്തെ ബ്രിക്കിനെയാണ് റോ ബ്രിക്സ് എന്ന് പറയുന്നത്. ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാസ് യൂസ് ചെയ്യാറുണ്ട്, കൗഡക്സ് യൂസ് ചെയ്യാറുണ്ട്, വുഡ്സ് യൂസ് ചെയ്യാറുണ്ട്, പുല്ല് യൂസ് ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ചാണകം ഉണക്കിയിട്ട് അതിന് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിൽ വുഡാണ് അതിന് യൂസ് ചെയ്യാറ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അന്നൊക്കെ വുഡായിരുന്നു യൂസ് ചെയ്തിരുന്നതാണ് എൻ്റെ ഒരു അറിവ്. കറക്റ്റായിട്ട് അറിയില്ല. പിന്നീട് അത് എയർ സർക്കുലേഷൻ സ്പേസ് പ്രൊവൈഡ് ചെയ്യും. അതിന് ടോട്ടൽ ഹൈറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു, ക്ലാമ്പിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 to 4 മീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. ഈ ക്ലാമ്പ് പ്ലാസ്റ്റേഡ് വിത്ത് മഡ് ഓൺ സൈഡ് ആൻഡ് ടോപ്പ് ഫിൽഡ് വിത്ത് എയർ ടു പ്രിവെൻറ്റ് ദ എസ്കേപ്പ് ഓഫ് ഹീറ്റ്. അതിന് നമ്മൾ മഡ് കൊണ്ട് അതിൻ്റെ സൈഡുകളും ടോപ്പുകളും ഒക്കെ ഫില്ല് ചെയ്യും. എന്തിന്? അതൊന്ന് പ്ലാസ്റ്റർ ചെയ്തു ക്ലിയർ ആക്കി വെക്കും. അതിൽ നിന്ന് ചൂട് പുറത്തേക്ക് പോവാതിരിക്കാനും വേണ്ടി. ചൂട് പുറത്തു പോയാൽ പിന്നെ അത് ബേൺ ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മളതിൽ ഫ്യൂവലിട്ട് വെച്ചിട്ട് നമ്മൾ കത്തിച്ച് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? മഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചുറ്റും അത് ടോട്ടലി മഡ് കൊണ്ട് കവർ ചെയ്യും, പ്ലാസ്റ്റർ ചെയ്യും. അങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഹീറ്റ് എസ്കേപ്പ് ചെയ്ത് പോകില്ല. അതിനെ ഹീറ്റ് എസ്കേപ്പ് ചെയ്ത് പോകുന്നതിന് തടയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ബേണിംഗ് പീരീഡ് ഏകദേശം 1 മുതൽ 2 മാസം, 1-2 മാസത്തോളം ഇത് ബേൺ ചെയ്യണം. അതങ്ങ് തീയിട്ട് കഴിഞ്ഞാൽ 1-2 മാസം അങ്ങനെ നീറി കത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇത് കൂളിംഗ് ടൈമും 1-2 മാസം. അത് കഴിഞ്ഞിട്ട് 1-2 മാസം കഴിഞ്ഞാൽ അത് കൂളായി വരുള്ളൂ, തണുത്ത് വരുള്ളൂ. അപ്പോൾ ചുരുങ്ങി പറഞ്ഞാൽ ഒരു 4 മാസത്തോളം ഇതിൻ്റെ ഒരു റണ്ണിങ് പീരീഡ് തന്നെ ഉണ്ട് അല്ലേ. ബേണിംഗ് പീരീഡ് 1 to 2 months, കൂളിംഗ് പീരീഡ് അതുപോലെ തന്നെ 1 to 2 months ആണുള്ളത്. ഈ ബ്രിക്ക് ആർ ടേക്കൺ ഫ്രം ദ ക്ലാമ്പ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കൂളിംഗ് പീരീഡും കഴിഞ്ഞ ശേഷം നമ്മൾ ആ പുറത്തുള്ള പ്ലാസ്റ്ററൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിന് ആ ബേൺഡ് കത്തിയിട്ടുള്ള അല്ലെങ്കിൽ ചൂളയിൽ വെച്ചിട്ട് വെന്തിട്ടുള്ള ആ ബ്രിക്സിനെ നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇതാണ് അതിൻ്റെ ഏകദേശം ഒരു രൂപം. കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ക്ലാമ്പ് ബേണിംഗ് കഴിഞ്ഞ ശേഷമുള്ള ഒരു രംഗമാണ്. അതിന് മുകളിലത്തെ ഇതെല്ലാം കത്തിച്ച് മഡെല്ലാം നീക്കി കഴിഞ്ഞിട്ടുള്ള ഒരു രംഗമാണത്. ഇങ്ങനെയായിരിക്കും ആ ബ്രിക്സ് അപ്പം കാണാൻ കിട്ടുക. നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ക്ലാമ്പ് ബേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടഫ് ആൻഡ് സ്ട്രോങ് ബ്രിക്സ്. ഇതിൽ കിട്ടുന്നത് നമുക്ക് ടഫ് ആൻഡ് സ്ട്രോങ് ബ്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ചീപ്പ് ആൻഡ് എക്കണോമിക്കലാണ്. അധികം ചിലവൊന്നും വരുന്നില്ല. കാരണം ഇതിനുള്ള ഫ്യൂവൽസിനൊന്നും അധികം ചിലവ് വരുന്നില്ല. അത് സെറ്റ് ചെയ്യാനും അധികം ചിലവ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ചീപ്പാണ്, അതുപോലെ എക്കണോമിക്കലാണ്. പക്ഷെ ഇതിന് നമുക്ക് ഒരു സ്കിൽ ലേബേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സൂപ്പർവിഷനും ആവശ്യമില്ല.
ഇത് ഒരുപാട് ഫ്യൂവൽസ് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ സേവിങ് ഓഫ് ക്ലാംസ് ഫ്യൂവൽ, ഒരുപാട് ഫ്യൂവൽസ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഇതിനോട്. ഇനി ഇതിനൊരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? ഒന്നാമത് ബ്രിക്സ് ആർ നോട്ട് റിക്വയർഡ് ഷേപ്പ്. നിങ്ങൾ നേരത്തെ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, ബ്രിക്സ് പലതും പല കോലത്തിലാണ് കിടക്കുന്നത് അല്ലേ. ബ്രിക്സ് ആർ നോട്ട് ഓഫ് റിക്വയർഡ് ഷേപ്പ്. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള റിക്വയർഡ് ഷേപ്പിലുള്ള ബ്രിക്സ് തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. കിട്ടും, കുറേ ബ്രിക്സ് അങ്ങനെ കിട്ടും, പക്ഷെ ഒരുപാട് ബ്രിക്സ് റിക്വയർഡ് ഷേപ്പിലായിരിക്കില്ല കിട്ടുക നമുക്ക്. ഇറ്റ് ഈസ് വെരി സ്ലോ പ്രോസസ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞ ഒരു 4 മാസത്തോളെങ്കിലും അതിന് എന്ത് ചെയ്യും, അത് കൂളിംഗ് പീരീഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടണം. ബേണിംഗ് പീരീഡ് തന്നെ 2 മാസം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കൂളിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് തന്നെ 4 മാസത്തോളം പിടിക്കും ബ്രിക്ക് കിട്ടാൻ നമുക്ക്. ഇതൊരു റെഗുലർ ഫയറിൽ ഇത് നടക്കില്ല. നമുക്ക് ഒരിക്കൽ തീയിട്ടിട്ട് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കത്തി എന്നുള്ളതാണ്. അപ്പോൾ കത്തും, ഏകദേശം അതിനനുസരിച്ചുള്ള ഫ്യൂവൽസാണ് ഇട്ടെടുക്കുന്നത്. അതങ്ങനെ അതിൻ്റെ അകത്ത് കിടന്നിട്ട് നീറി കത്തുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഫയർ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അതിൻ്റെ ഫയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, കൂട്ടാനോ കുറക്കാനോ നമുക്ക് സാധിക്കില്ല. ക്വാളിറ്റി ഓഫ് ബ്രിക്ക് ഈസ് നോട്ട് യൂണിഫോം. ഇതിൻ്റെ ബ്രിക്സിൻ്റെ ക്വാളിറ്റി ഒരിക്കലും എല്ലാ ബ്രിക്കും ഒരുപോലെ ആയിരിക്കില്ല. നന്നായി കത്തിയതുണ്ടാവും, കുറഞ്ഞ് കത്തിയതുണ്ടാവും, തീരെ കത്താത്തതുണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാവും. അത് ഫ്യൂവൽസിൻ്റെ അടുത്തിലൊക്കെ നല്ലോണം കത്തിയിട്ടുണ്ടാവും. ഫ്യൂവൽസിൻ്റെ ലെയറിന് തൊട്ടടുത്തുള്ള ലെയറുകളൊക്കെ ശരിക്കും നല്ല ബ്രിക്കായി ഉണ്ടാവും. ഏറ്റവും ഉള്ളിലുള്ള ലെയറുകൾ ചിലപ്പോൾ തീരെ ബേൺ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ട്. നമുക്ക് കിൻ ബേണിങ്ങിനെ കുറിച്ച് നോക്കാം. കിൻ ബേണിങ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റത് ഇൻ്റർമീഡിയൻറ്റ് കിൻസ് ആണ്. ഇൻ്റർമീഡിയൻറ്റ് കിൻസിൻ്റെ ഒരു ചിത്രമാണത്. ഇതിൽ നമ്മൾ ബ്രിക്സ് കൊടുക്കുന്നുണ്ട്. ഒരു ലാർജ് ഓവൻ ആണ് ഇതിന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. എ കിൻ ഈസ് എ ലാർജ് ഓവൻ ടു ബേൺ ബ്രിക്ക്. ഒരു വലിയൊരു ഓവൻ നമ്മൾ ഇതിനു വേണ്ടി ബ്രിക്ക് ബേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ 2-3 ബ്രിക്ക് റോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 2-3 ബ്രിക്ക് റോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ട്രോളി, ഈ ബ്രിക്സിനെ നമ്മൾ അകത്തേക്ക് എടുക്കാനും പുറത്തേക്ക് മാറ്റാനൊക്കെ ട്രോളീസാണ് ഇത് യൂസ് ചെയ്യാറ്. ലോഡിംഗ് ഓഫ് കിൻസ് വിത്ത് റോ ബ്രിക്സ്. നമ്മളതിലേക്ക് റോ ബ്രിക്സ് മീൻസ് നമ്മളതിൻ്റെ ബേൺ ചെയ്യാത്ത ബ്രിക്ക് നമ്മളതിലേക്ക് ആ കിന്നിലേക്ക് ലോഡ് ചെയ്യും. എന്നിട്ട് ഒരുപാട് ഡോർസ് ഉണ്ടാവും അതിന്. ആ ഓരോ ഡോറും ഒരു ഡ്രൈ ബ്രിക്സ് വെച്ചിട്ടാണ് ഉണ്ടാവുക. ഈച്ച് ഡോർസ് ഈസ് ബിൽറ്റ് അപ്പ് വിത്ത് ഡ്രൈ ബ്രിക്സ് ആൻഡ് ആർ കവേർഡ് വിത്ത് മഡ് ഓർ ക്ലേ. എന്നിട്ട് ആ ഓരോ ഡോറും ഡ്രൈ ബ്രിക്ക് വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിന് മുകളിലൂടെ മഡോ അല്ലെങ്കിൽ ക്ലേ വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിനെ കവർ ചെയ്യും. ഇതിൻ്റെ ഫയർ പീരീഡ് 48 to 60 hours ആണ് ഇതിൻ്റെ ഫയർ പീരീഡ്. നേരത്തെ നമ്മൾ ക്ലാമ്പിൽ പറഞ്ഞത് 1-2 മാസമാണ്. ഇത് 48 മണിക്കൂർ മുതൽ 60 മണിക്കൂർ വരെയാണ്. 2 ദിവസം മുതൽ 5 ദിവസം വരെ ആണ് ഇതിൻ്റെ ഫയർ പീരീഡ് വരുന്നത്. ഇതിൻ്റെ കൂൾ പീരീഡ് എന്ന് പറഞ്ഞത് 12 ദിവസം ഇതിന് കൂൾ പീരീഡ് വേണം. ബ്രിക്സ് ആർ അറ്റ് ടേക്കൺ ഔട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രിക്സ് എല്ലാം പുറത്തേക്ക് എടുക്കും. പിന്നെ ഇതേ പ്രൊസീജിയർ തന്നെ അടുത്ത ബേണിങ്ങിന് നമ്മൾ വീണ്ടും ചെയ്യും. അപ്പോൾ ഈ കിൻ ബേണിങ്ങും ക്ലാം ബേണിങ്ങും തമ്മിലൊരു വ്യത്യാസം മനസ്സിലായോ? ഇൻ്റർമീഡിയൻറ്റ് കിൻസിൽ നമ്മൾ 2-3 റോസ്, അതായത് ഹൈറ്റിൽ 2-3 റോസ് ഇതിൽ വെക്കും. ഇത് വലിയൊരു ഓവൻ, ഒരു ലാർജ് ഓവനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ബ്രിക്സ് അകത്തേക്ക് വെക്കാനും പുറത്തേക്ക് എടുക്കാനും നമ്മളത് ഒരു ട്രോൾ യൂസ് ചെയ്യും. അതായത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കിൻസ് നമുക്ക് യൂസ് ചെയ്യാന്നാണ് അർത്ഥം. പക്ഷെ ക്ലാം ബേണിങ്ങിൽ നമുക്ക് നടക്കൂല. ക്ലാം ബേണിങ്ങിൽ നമുക്ക് ഒരിക്കലും അത് പോസിബിൾ അല്ല. കാരണം ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അടുത്തതിന് വേണ്ടി വേറെ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഫയർ പീരീഡ് വരുന്നത് 48 മണിക്കൂർ മുതൽ 60 മണിക്കൂർ വരെയാണ്. അതായത് 2 ദിവസം മുതൽ 5 ദിവസം വരെയാണ് ഇതിൻ്റെ ഫയർ പീരീഡ് വരുന്നത്. കൂൾ പീരീഡ് വരുന്നത് 12 ദിവസമാണ്. ഇനി ഈ 12 ദിവസം കഴിഞ്ഞിട്ട് കൂളിംഗ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത പ്രൊസീജിയറിന് വേണ്ടി അടുത്ത ബ്രിക്സ് നമ്മൾ ചെയ്യാം. അതാണ് ഇൻ്റർമീഡിയൻറ്റ് കിൻസ്. ഒരു ഇൻ്റർമീഡിയൻറ്റ് കിൻസിൻ്റെ ഒരു ചിത്രമാണ്, ഒരു വലിയൊരു ഫോട്ടോസാണ്. ഇനി അടുത്ത കണ്ടിന്യൂസ് കിൻസ് ആണ് നമ്മൾ പറയാനുള്ളത്. കണ്ടിന്യൂസ് കിൻസ് 3 ടൈപ്പ് ഉണ്ട്. ബുൾസ് ട്രെഞ്ച് കിൻ.
ബുൾ സ്ട്രെഞ്ച് കിൻ എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കിന്നാണ്. ഈ പേരുകൾ നിങ്ങൾ കറക്റ്റ് പഠിച്ചോ കണ്ടോ. ബുൾസ് ട്രെഞ്ച് കിൻ. ഈ പേരിൽ തന്നെ നമുക്കറിയാം ഇതൊരു ട്രെഞ്ച് ഉണ്ട് അല്ലേ. ട്രെഞ്ച് എക്സ്കവേറ്റഡ് ഇൻ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഒരു ട്രെഞ്ച് എക്സ്കവേറ്റ് ചെയ്തിട്ടാണ്, ഒരു ട്രെൻഡ് കുഴിച്ചിട്ടാണ് നമ്മൾ ഈ കിൻ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബുൾസ് ട്രെഞ്ച് കിന്നാണെന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ചിത്രം. അതിനൊരു ചിമ്മിനിയൊക്കെ ഉണ്ട്, നമ്മൾ കാണാവുന്നതാണ്. നമ്മുടെ ഇടവണ്ണ തന്നെ ഉണ്ട് ഈ ഒരു കിന്ന്. രണ്ടാമത്തെ കിന്ന് ഹോഫ്സ്മാൻ കിന്നാണ്. ഹോഫ്മാൻസ് കിന്ന്. ഇതിന് നമ്മൾ ഫ്ലെയിം കിൻ എന്നുള്ള പേരിലും കൂടി ഈ ഒരു കിന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു പ്ലെയിൻ, ഇതിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലാൻ നമ്മൾ സർക്കുലർ ഷേപ്പിലാണ് ഇതിൻ്റെ പ്ലാന് ഉണ്ടാവുക. ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു കിന്നാണ്. ഇതിനൊരു പെർമനൻറ്റ് റൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത് റെയിനി സീസണിലും ഈ ഒരു കിന്നിൻ്റെ ഫങ്ഷനിങ് സാധ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. കാരണം ഇതിന് പെർമനൻറ്റ് റൂഫെല്ലാം ഉള്ളതുകൊണ്ട്. ഹോഫ്മാൻ സ്കിന്നിൻ്റെ ഒരു ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ വിശദമായിട്ടുള്ള ചിത്രം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വരച്ചെടുക്കണം, പഠിക്കണം. മൂന്നാമത് നമ്മൾ പറഞ്ഞു ടണൽ കിൻ. ഇതിൻ്റെ പേര് തന്നെ ഒരു ഫോം ഓഫ് എ ടണൽ. ഇതിൻ്റെ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ടണൽ ഉണ്ടായിരിക്കും. ഫോം ഓഫ് എ ടണൽ, ഒരു ടണലിൻ്റെ ഫോമിലാണ് ഈ കിന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒരു സ്ട്രൈറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലൊക്കെ ഇതിന് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ ഇതിലേക്ക് റോബ്രിക്സ് അകത്തേക്ക് എടുക്കാനും പുറത്തേക്ക് വെക്കാനൊക്കെ ട്രോളീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രോളി ട്രാൻസ്പോർട്ടേഷനിലാണ് ഇതിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ലാർജ് സ്കെയിലിൽ നമുക്ക് ബ്രിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എക്കണോമിക്കലാണ് ഈ ടണൽ കിന്ന്. ഇതിൻ്റെ ഒരു ചിത്രമാണ് താഴെ കാണിച്ചിട്ടുള്ളത്, ടണൽ കിൻസിൻ്റെ. അപ്പോൾ ഇത്തരത്തിലുള്ള 3 കിൻസാണ് കണ്ടിന്യൂസ് കിൻസിലുള്ളത്. ബുൾസ് ട്രെഞ്ച് കിന്ന്, ഹോഫ്മാൻസ് കിന്ന്, ടണൽ കിന്ന്. ഇതിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതാണ് ഹോഫ്മാൻ സ്കിന്നിൻ്റെ ഒരു ചിത്രം. ഞാൻ പറഞ്ഞ ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് ഹോഫ്മാൻ സ്കിന്നിനെ കുറിച്ച്. അപ്പോൾ ഹോഫ്മാൻ സ്കിൻ ഇത് കണ്ടിന്യൂസ് സ്കിന്നാണ്. ഇതിൽ എല്ലാ ദിവസവും ലോഡിങ് നടക്കും, എല്ലാ ദിവസവും അൺലോഡിങ് നടക്കും. ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് ഒരു റോ 1 എന്ന് പറഞ്ഞിട്ട് സാധനം കാണാൻ നിങ്ങൾക്ക്. ഈ ഒരു പോർഷൻ ഫസ്റ്റ്, ഈ ഡോറ് ഇവിടേക്ക് ആദ്യം ലോഡ് ചെയ്യും. ഈ ഭാഗത്ത് നിന്നൊക്കെ എന്ത് ചെയ്യും, ഇതിങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കും. ബേൺ ചെയ്തിട്ട് ഏകദേശം ഇവിടെ എത്തുന്ന സമയത്ത്, അതായത് ഓരോ ദിവസങ്ങളാട്ടോ, ഫസ്റ്റ് ഡേയിൽ നമ്മളിത് ബേൺ ചെയ്തു, അതിലേക്ക് ലോഡ് ചെയ്തു, രണ്ടാം ദിവസം ബേൺ ആവുന്നു, അങ്ങനെ ബേണിങ് സ്റ്റാർട്ട് ചെയ്യും, രണ്ടാം ദിവസം ബേൺ ആവുന്നു, മൂന്നാം ദിവസം ബേൺ ആവുന്നു, നാലാം ദിവസം ബേൺ ആവുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നീട് അത് കൂളാവാൻ തുടങ്ങും. ഇങ്ങനെ ഇവിടെ ഒന്നും ബേണിങ് നടക്കില്ല, അവിടെ കൂളിംഗ് ആണ് നടക്കുക. ഇവിടെ 12ാമത്തെ ദിവസം എന്ത് ചെയ്യും, അത് നമുക്ക് അൺലോഡ് ചെയ്യാം. രണ്ടാമത്തെ ദിവസം എന്താണ്, ഇവിടെ നമ്മൾ ലോഡ് ചെയ്യും, മൂന്നാം ദിവസം ഇവിടെ ലോഡ് ചെയ്യും, നാലാം ദിവസം ഇവിടെ ലോഡ് ചെയ്യും. അങ്ങനെ ഓരോ ചേമ്പറിനും ഓരോ ഡോസ് ഉണ്ടാവും. അതിലൂടെ ഓരോ ദിവസം നമ്മൾ ലോഡ് ചെയ്യും. അതിൻ്റെ 12ാമത്തെ ദിവസം അതിനെ നമ്മൾ അൺലോഡ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം തന്നെ ലോഡിങ്ങും അൺലോഡിങ്ങും ബേണിങ്ങും കൂളിങ്ങും ഒക്കെ അതിൽ നടക്കുന്നുണ്ട്. അതാണ് കണ്ടിന്യൂസ് സ്കിന്നിൻ്റെ പ്രത്യേകത. ഇതാണ് ഹോഫ്മാൻ സ്കിന്ന്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് കിൻ ബേണിങ് നോക്കാം നമുക്ക്. ബ്രിക്സ് ആർ ഈവൻലി ബേൺഡ്. എല്ലാ ബ്രിക്സും നമുക്ക് ബേൺഡായി കിട്ടും. പെർഫോമൻസ് ഓഫ് ദിസ് കിൻ ഈസ് ബെറ്റർ, സ്യൂട്ടബിൾ ഫോർ ബേണിംഗ് സ്ട്രക്ചറൽ ക്ലേ, ടൈൽ, ടെറകോട്ട. നമുക്ക് ബ്രിക്ക് മാത്രമല്ല, ക്ലേ, ടൈലോ, ടെറകോട്ടയൊക്കെ ഇതിൽ നമുക്ക് ബേൺ ചെയ്യാം. അതുപോലെ തന്നെ ക്ലോസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, അതുപോലെ ഹീറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിൻ്റെ കമ്പാരിസനാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ കമ്പാരിസൺ നമ്മൾ പെട്ടെന്ന് നോക്കി പോവുകയാണ്, കാരണം നമ്മുടെ സമയം വളരെ അധികം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് ജസ്റ്റ് പഠിക്കുക, ജസ്റ്റ് വായിച്ചു നോക്കാവുന്നുള്ളൂ. അതിൻ്റെ കപ്പാസിറ്റിയും കിൻ ബേണിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് പഠിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ കമ്പാരിസൺ ജസ്റ്റ് അതൊന്ന് ഇതാക്കിയിട്ടുണ്ട്.
ഓക്കെ, അടുത്ത പാട്ട് നമുക്ക് അടുത്ത